പാലക്കാടുള്ള ടോപ്പ് ട്യൂഷനിലെ നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ടുഡേ നമ്മൾ സൗണ്ട് വേവ്സിന്റെ വണ്ടർഫുൾ വേൾഡിനെക്കുറിച്ചും അവയുടെ പ്രോപ്പർട്ടീസിനെക്കുറിച്ചും ടുഗെദർ പഠിക്കാൻ പോകുന്നു. ഹാപ്പിയായി സ്വിംഗിൽ കളിക്കുന്ന ഒരു ചൈൽഡിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്വിംഗ് ഒട്ടും ചലിക്കാതെ നിൽക്കുമ്പോൾ അത് എക്സാക്ട്ലി സെന്ററിലായിരിക്കും വിശ്രമിക്കുന്നത്. ഇങ്ങനെ വിശ്രമിക്കുന്ന ഈ സെന്ററിലുള്ള പോയിന്റിനെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നു. ഇനി ആ ചൈൽഡ് ഫോർവേഡ് ചലിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഫൂട്ട് വെച്ച് തള്ളുന്നു എന്ന് സങ്കൽപ്പിക്കുക. അപ്പോൾ സ്വിംഗ് ഫോർവേഡ് പോവുകയും ലേറ്റർ ബാക്ക്വേർഡിലേക്ക് സ്വിംഗ് ചെയ്തു വരികയും ചെയ്യുന്നു. എക്സാക്ട് ടൈം ഇന്റർവെല്ലുകളിൽ അത് സിമിലറായ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മോഷൻ ആവർത്തിക്കുന്നു. ഇത്തരത്തിൽ എക്സാക്റ്റായി ആവർത്തിക്കുന്ന ഈ മോഷനെ നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നു. സ്വിംഗ് ചലിക്കുമ്പോൾ അത് സെന്ററിൽ നിന്നും ഒരു സ്പെസിഫിക് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് സഞ്ചരിക്കുന്നു. ഇങ്ങനെ മാറുന്ന മാക്സിമം ഡിസ്റ്റൻസിനെ നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. ഫിസിക്സിൽ ആംപ്ലിറ്റ്യൂഡ് സൂചിപ്പിക്കാൻ നമ്മൾ കെയർഫുള്ളായി ഉപയോഗിക്കുന്ന സിംബൽ സ്മോൾ ലെറ്ററായ എ ആണ്. നമ്മൾ ഓൾവേസ് ഈ ഫിസിക്കൽ ആംപ്ലിറ്റ്യൂഡ് അളക്കുന്നത് മീറ്റർ എന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത് തുടങ്ങിയ സ്റ്റേറ്റിലേക്ക് സെയിം ഡിറക്ഷനിലുള്ള ഒരു കംപ്ലീറ്റ് തിരിച്ചുപോക്കാണ്. ഒരു പെൻഡുലം എക്സാക്ട്ലി സെന്ററിൽ നിന്ന് തുടങ്ങി രണ്ട് എൻഡ്സിലേക്കും പോയി സെന്ററിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് സങ്കൽപ്പിക്കുക. കണ്ടിന്യൂസ് ആയ ഈ കംപ്ലീറ്റ് ജേർണിയാണ് എക്സാക്റ്റായി ഒരു കംപ്ലീറ്റ് ഓസിലേഷനായി മാറുന്നത്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ തീർക്കാനെടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് പീരിയഡ് എന്ന് വിളിക്കുന്നത്. ഈ സ്പെസിഫിക് ടൈം പീരിയഡ് സൂചിപ്പിക്കാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററായ ടി ഉപയോഗിക്കുന്നു. ഇതൊരു ടൈമിന്റെ എക്സാക്ട് മെഷർമെന്റ് ആയതുകൊണ്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡാണ്. ഈ കൺസെപ്റ്റ് കംപ്ലീറ്റായി മനസ്സിലാക്കാൻ നമുക്ക് ക്യുക്കായി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പെൻഡുലം 30 ഓസിലേഷൻസ് പൂർത്തിയാക്കാൻ എക്സാക്ട്ലി 1 മിനിറ്റ് എടുക്കുന്നു എന്ന് കരുതുക. 1 മിനിറ്റ് എന്നത് എക്സാക്ട്ലി 60 സെക്കൻഡ്സിന് തുല്യമാണെന്ന് നമുക്കറിയാം. ഒരു ഓസിലേഷനുള്ള സമയം കണ്ടെത്താൻ നമ്മൾ 60 സെക്കൻഡിനെ 30 കൊണ്ട് ഹരിക്കുന്നു. ഇതിൽ നിന്ന് എക്സാക്ട്ലി 2 സെക്കൻഡ്സ് എന്ന് ഉത്തരം ലഭിക്കുന്നു. അതിനാൽ പീരിയഡ് ടി 2 സെക്കൻഡ്സ് ആണ്. ഓൺ ദ അതർ ഹാൻഡ്, എക്സാക്ട്ലി 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടക്കുന്നു എന്നറിയാൻ നമ്മൾ ആഗ്രഹിച്ചേക്കാം. ഒരു സിംഗിൾ സെക്കൻഡിൽ പൂർത്തിയാകുന്ന ഓസിലേഷൻസിന്റെ എക്സാക്ട് നമ്പറിനെയാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഈ ഇമ്പോർട്ടന്റ് ഫ്രീക്വൻസിയെ നമ്മൾ സ്മോൾ ലെറ്ററായ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഹെൻറിച്ച് റുഡോൾഫ് ഹെർട്സിനോടുള്ള റെസ്പെക്റ്റായി ഫ്രീക്വൻസിയുടെ സ്റ്റാൻഡേർഡ് സയന്റിഫിക് യൂണിറ്റിന് ഹെർട്സ് എന്ന് പേര് നൽകിയിരിക്കുന്നു. നമ്മൾ ഏർലിയർ ഉപയോഗിച്ച പെൻഡുലം വെച്ച് അതിന്റെ ഫ്രീക്വൻസിയും നമുക്ക് ക്യുക്കായി കണക്കുകൂട്ടാം. അത് 60 സെക്കൻഡിൽ 30 ഓസിലേഷൻസ് പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 30യെ 60 കൊണ്ട് ഹരിക്കുന്നു. ഈ പെൻഡുലം 1 സെക്കൻഡിൽ ഹാഫ് ഓസിലേഷൻ പൂർത്തിയാക്കുന്നു എന്ന് ഇത് നമ്മോട് പറയുന്നു. അതിനാൽ ഇതിന്റെ ഫ്രീക്വൻസി 0.5 ഹെർട്സ് ആണ്. ഈ കാൽക്കുലേഷൻസിൽ നിന്നും നമ്മൾ ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്യൂട്ടിഫുള്ളായ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല കണ്ടെത്തുന്നു. ഫ്രീക്വൻസി എന്നത് ബേസിക്കലി 1നെ പീരിയഡ് കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ്. ഇത് F=1/T എന്ന് എഴുതുന്നു. ഒരു ഓസിലേഷന്റെ പീരിയഡ് സ്ലോ ആയി കൂടുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി നാച്ചുറലായി കുറയുന്നു. വളരെ ഹൈ ഫ്രീക്വൻസീസിനായി നമ്മൾ ഓഫൻ യൂസ്ഫുള്ളായ ലാർജ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. 1 കിലോ ഹെർട്സ് എന്നത് എക്സാക്ട്ലി 1000 ഹെർട്സിന് തുല്യമാണ്. ദാറ്റ് ഈസ് 10³ ഹെർട്സ്. ഒരു മെഗാ ഹെർട്സ് എന്നത് എക്സാക്ട്ലി 100,000 ഹെർട്സിന് തുല്യമാണ്. ദാറ്റ് ഈസ് 10⁶ ഹെർട്സ്. ഇനി നമുക്ക് ട്യൂണിംഗ് ഫോർക്ക് എന്ന് വിളിക്കുന്ന ഒരു സ്പെഷ്യൽ ലബോറട്ടറി ഉപകരണം ക്ലോസ് ആയി പരിശോധിക്കാം. നിങ്ങളൊരു ട്യൂണിംഗ് ഫോർക്കിലേക്ക് ക്ലോസ് ആയി നോക്കിയാൽ അതിലൊരു സ്പെസിഫിക് നമ്പർ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കാണാം. എൻഗ്രേൻ ചെയ്തിരിക്കുന്ന ഈ നമ്പർ, ഫോർ എക്സാമ്പിൾ 256 ഹെർട്സ്, അതിന്റെ നാച്ചുറലായ വൈബ്രേഷൻ നിരക്കാണ് നിങ്ങളോട് പറയുന്നത്. ഏതൊരു ഒബ്ജക്റ്റും ഫ്രീ ആയി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഓൾവേസ് അതിന്റെ സ്വന്തം നാച്ചുറൽ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. ഫിസിക്കലായ ആ ഒബ്ജക്റ്റിന്റെ ഈ സ്പെസിഫിക് വൈബ്രേഷൻ നിരക്കിനെ നമ്മൾ ഒഫീഷ്യലി നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. മെനി ഫിസിക്കൽ ഫാക്ടേഴ്സിനും ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഫണ്ടമെന്റലായി മാറ്റാൻ കഴിയുന്നതാണ്. ഒബ്ജക്റ്റിന്റെ ഓവറോൾ ലെങ്ത്തും സൈസും ഇതിൽ വെരി ഹ്യൂജ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. മെറ്റീരിയലിന്റെ എക്സാക്ട് നേച്ചറും അതിന്റെ സ്ട്രക്ചറൽ ഇലാസ്റ്റിസിറ്റിയും നിർണായക ഘടകങ്ങളാണ്. ഹൗഎവർ, സംടൈംസ് ഒരു ഒബ്ജക്റ്റിനെ അതിനടുത്തുള്ള വൈബ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യാൻ ഫിസിക്കലി നിർബന്ധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് സോളിഡായ ഒരു വുഡൻ ടേബിളിൽ അമർത്തിപ്പിടിക്കുന്നത് ആ ടേബിളിനെയും വൈബ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഈ വെരി സ്പെഷ്യലായ ഫിസിക്കൽ ഫിനോമിനയെ നമ്മൾ ടെക്നിക്കലി ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കുന്നു. സംടൈംസ് ഔട്ട്സൈഡ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. ഈ 2 നാച്ചുറൽ ഫ്രീക്വൻസീസും എക്സാക്റ്റായി ഒന്നാകുമ്പോൾ അവ ബ്യൂട്ടിഫുള്ളായി റെസൊനൻസ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. റെസൊനൻസ് സമയത്ത് ഒബ്ജക്ട്സ് അവയുടെ പോസിബിളായ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ സേഫായി ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫെയിൻഡായ ഹൃദയമിടിപ്പ് കേൾക്കാൻ ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പിനെ സഹായിക്കുന്നത് ഈ പവർഫുള്ളായ റെസൊനൻസ് തത്വമാണ്. നൗ നമുക്ക് വൈബ്രേഷൻസിനെക്കുറിച്ച് മനസ്സിലായതുകൊണ്ട് ഈ എനർജി ആക്ച്വലി എങ്ങനെയാണ് പുറത്തേക്ക് സഞ്ചരിക്കുന്നതെന്ന് നോക്കാം. 1 പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലേക്ക് ഓസിലേഷൻസ് വഴി എനർജി കണ്ടിന്യൂസ് ആയി കൈമാറുന്നതിനെ വേവ് മോഷൻ എന്ന് വിളിക്കുന്നു.
ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്തെന്നാൽ മീഡിയത്തിലെ ആക്ച്വൽ പാർട്ടിക്കിൾസ് വേവിനൊപ്പം ഫോർവേഡായി ആഴത്തിൽ സഞ്ചരിക്കുന്നില്ല. അവ പൂർണ്ണമായ എനർജിയെ അവയുടെ ക്ലോസസ്റ്റ് ആയ അയൽക്കാർക്ക് വേഗത്തിൽ കൈമാറുകയും പൂർണ്ണമായും അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. സൗണ്ടോ വാട്ടർ വേവ്സോ പോലെ സഞ്ചരിക്കാൻ ഒരു ഫിസിക്കൽ മീഡിയം ഡെഫിനിറ്റ്ലി ആവശ്യമുള്ള വേവ്സിനെ മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുന്നു. ഓൺ ദ കോൺട്രറി, ബ്രൈറ്റ് ലൈറ്റോ റേഡിയോ വേവ്സോ പോലെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് യാതൊരു മീഡിയത്തിന്റെയും ആവശ്യമില്ല. മെക്കാനിക്കൽ വേവ്സിനെ വെരി ഡിഫറന്റ് ആയ 2 മെയിൻ വിഭാഗങ്ങളായി മനോഹരമായി തിരിക്കാമെന്നും. ഇതിലെ ഇമ്പോർട്ടന്റ് ആയ ആദ്യത്തെ തരംഗത്തെ ടെക്നിക്കലി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാണ് വിളിക്കുന്നത്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പാർട്ടിക്കിൾസ് ബേസിക്കലി വേവ് സഞ്ചരിക്കുന്ന കോമൺ ഡിറക്ഷനും പാരലലായാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. എയറിലൂടെ സ്മൂത്തായി സഞ്ചരിക്കുന്ന സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് പെർഫെക്റ്റ് ആയ ഒരു റിയൽ വേൾഡ് എക്സാമ്പിളാണ്. ഇൻവിസിബിളായ സൗണ്ട് വേവ് നീങ്ങുമ്പോൾ അതവിടുത്തെ എയർ പ്രഷറിനെ റിതമിക്കായി മാറ്റുന്നു. എയർ മോളിക്യൂൾസ് വളരെ ഇറുക്കം ഞെരുങ്ങിയിരിക്കുന്ന തിരക്കേറിയ പ്രദേശങ്ങൾ ഇത് ശക്തമായി സൃഷ്ടിക്കുന്നു. ഹൈ പ്രഷറുള്ള വളരെ തിങ്ങി നിറഞ്ഞ ഈ പ്രദേശങ്ങളെ സയന്റിഫിക്കലി കംപ്രഷൻസ് എന്ന് സയന്റിഫിക്കലി വിളിക്കുന്നു. എയർ മോളിക്യൂൾസ് വളരെ അകന്നു പരന്നുകിടക്കുന്ന വിശാല പ്രദേശങ്ങളും ഇത് സ്വാഭാവികമായി സൃഷ്ടിക്കുന്നു. ലോ പ്രഷറുള്ള പരന്നുകിടക്കുന്ന ഈ ശൂന്യ പ്രദേശങ്ങളെ സയന്റിഫിക്കലി റെയർ ഫാക്ഷൻസ് എന്ന് വിളിക്കുന്നു. മെക്കാനിക്കൽ വേവിന്റെ ഇൻക്രെഡിബിളി ഇമ്പോർട്ടന്റ് ആയ സെക്കൻഡ് തരംഗത്തെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നു. ഇവിടെ അവിടുത്തെ പാർട്ടിക്കിൾസ് ബേസിക്കലി വേവ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന കൃത്യമായ ദിശയ്ക്ക് കർശനമായും പെർപെൻഡിക്കുലറായാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്വേഴ്സ് വേവ് പാറ്റേണിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റുകളെ ക്രസ്റ്റ്സ് എന്ന് വിളിക്കുന്നു. ഈ പർട്ടിക്കുലർ വേവ് പാറ്റേണിന്റെ ഏറ്റവും താഴ്ന്ന പോയിന്റുകളെ ട്രസ് എന്ന് വിളിക്കുന്നു. 2 തരം വേവ്സും ഇൻക്രെഡിബിളി ഇമ്പോർട്ടന്റ് ആയ ചില ഫിസിക്കൽ ഫീച്ചേഴ്സ് അടിസ്ഥാനപരമായി പങ്കിട്ടിരിക്കുന്നുണ്ട്. സഞ്ചരിക്കുന്ന വേവിന്റെ കൃത്യമായ വേവ് ലെങ്ത് വളരെ ക്രൂഷ്യലായ ഒരു ഫിസിക്കൽ ഫീച്ചറാണ്. കൃത്യം സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന അഡ്ജസന്റ് ആയ 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള എക്സാക്ട് ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത്. ഒരു നോർമൽ ട്രാൻസ്വേഴ്സ് വേവിൽ ഇത് അഡ്ജസന്റ് ആയ 2 ക്രസ്റ്റ്സ് അല്ലെങ്കിൽ ട്രഫ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഒരു നോർമൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ ഇത് അഡ്ജസന്റായ 2 കംപ്രഷൻസ് അല്ലെങ്കിൽ റെയർ ഫാക്ഷൻസ് തമ്മിലുള്ള എക്സാക്ട് ദൂരമാണ്. ഈ വേവ് ലെങ്ത് വിഷ്വലി സൂചിപ്പിക്കാൻ നമ്മൾ യൂണിവേഴ്സലി ലാംഡ എന്ന സ്പെഷ്യൽ ഗ്രീക്ക് ലെറ്റർ ഉപയോഗിക്കുന്നു. റിയലി ഇമ്പോർട്ടന്റായ അവസാനത്തെ ഫിസിക്കൽ ഫീച്ചറാണ് വേവിന്റെ ഫോർവേഡ് വേഗത. എക്സാക്ട്ലി ഒരു സിംഗിൾ സെക്കൻഡിൽ വേവ് സക്സസ്ഫുള്ളായി സഞ്ചരിക്കുന്ന മൊത്തം ദൂരമാണ് ലളിതമായി പറഞ്ഞാൽ വേഗത. ഇമാജിനറിയായ ഒരു വേവിന്റെ വേഗത നമുക്ക് ക്വിക്കായി കണക്കുകൂട്ടാം. ഒരു വേവ് എക്സാക്ട്ലി 2 സെക്കൻഡിൽ 700 മീറ്റർ സ്മൂത്തായി സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുന്നു. ഈ സിമ്പിൾ കാൽക്കുലേഷൻ ആ വേവിന്റെ വേഗത എക്സാക്ട്ലി 350 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മോട് പറയുന്നു. ഒരു വേവിന്റെ ടോട്ടൽ വേഗത എന്നത് മാത്തമാറ്റിക്കലി അതിന്റെ ഫ്രീക്വൻസിയെ വേവ് ലെങ്ത് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. വെരി ഇമ്പോർട്ടന്റായ ഈ സയന്റിഫിക് ഫോർമുല നമ്മൾ യൂണിവേഴ്സലി V=F*λ എന്നെഴുതുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫിസിക്സ് ചോദ്യം പരിഹരിക്കാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എയറിലൂടെ സെക്കൻഡിൽ 350 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. അതിന്റെ എക്സാക്ട് ഫ്രീക്വൻസി 35 ഹെർട്സ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അഡ്ജസന്റായ 2 കംപ്രഷൻസ് തമ്മിലുള്ള ദൂരം നാം കണ്ടെത്തണം. ഇത് സിംപിളായി പറഞ്ഞാൽ അതിന്റെ വേവ് ലെങ്താണ്. നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ 350 എന്ന വേഗതയെ 35 എന്ന ഫ്രീക്വൻസി കൊണ്ട് ഹരിക്കുന്നു. ഇത് നമുക്ക് എക്സാക്ട്ലി 10 മീറ്റർ എന്ന അവസാന വേവ് ലെങ്ത് കണക്കുകൂട്ടി നൽകുന്നു. ദെയർഫോർ അഡ്ജസന്റായ 2 റെയർ ഫാക്ഷൻസ് തമ്മിലുള്ള ദൂരവും എക്സാക്ട്ലി 10 മീറ്റർ തന്നെയാണ്. ഇനി സൗണ്ട് സഡനായി ഒരു സോളിഡ് സർഫസിൽ തട്ടുമ്പോൾ എക്സാക്ട്ലി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആവേശത്തോടെ പരിശോധിക്കാം. മിററിൽ തട്ടി ലൈറ്റ് പ്രതിഫലിക്കുന്നതുപോലെ സൗണ്ട് വേവ്സ് ഫിസിക്കൽ ഒബ്ജക്ട്സിൽ ശക്തമായി തട്ടുമ്പോൾ അത്ഭുതകരമായി പ്രതിഫലിക്കുന്നു. റഫായതും അണീവനായുമായ പ്രതലങ്ങളേക്കാൾ വളരെ നന്നായി ഹാർഡായതും വളരെ സ്മൂത്തായുമായ പ്രതലങ്ങൾ സൗണ്ടിനെ മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. ലാർജ് കൺസേർട്ട് ഹാളുകളിൽ എല്ലായിടത്തേക്കും സൗണ്ട് വ്യാപിപ്പിക്കുന്നതിനായി വളഞ്ഞ മേൽക്കൂരകൾ ഉണ്ടാക്കാൻ ഈ പ്രതിഫലനം വ്യാപകമായി ഉപയോഗിക്കുന്നു. സംടൈംസ് ഒറിജിനൽ സൗണ്ടിന് ശേഷം സ്മൂത്തായി പ്രതിഫലിക്കുന്ന ഒരു സൗണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കേൾക്കാനാകും. ക്ലിയറായ എക്സാക്ട്ലി വൈകി വരുന്ന ഈ നാച്ചുറൽ പ്രതിഫലനത്തെ നമ്മൾ നോർമലി എക്കോ എന്ന് വിളിക്കുന്നു. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒരു സെക്കൻഡിന്റെ 1/10 സമയത്തേക്ക് ലൗഡായൊരു സൗണ്ടിനെ നമ്മുടെ കേൾവിയിൽ ഓട്ടോമാറ്റിക്കായി നിലനിർത്തുന്നു. ആബ്സല്യൂട്ട്ലി ഫാസിനേറ്റിംഗ് ആയ ഈ ബയോളജിക്കൽ സവിശേഷത ഒഫീഷ്യലി പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആക്ച്വലി ഒരു എക്കോ വ്യക്തമായി കേൾക്കണമെങ്കിൽ സൗണ്ട് അറ്റ്ലീസ്റ്റ് ഈ 1/10 സെക്കൻഡെങ്കിലും സഞ്ചരിക്കണം. നോർമൽ എയറിൽ ഒരു എക്കോ കേൾക്കാൻ ആവശ്യമായ മിനിമം ഡിസ്റ്റൻസ് നമുക്ക് മാത്തമാറ്റിക്കലി കണക്കുകൂട്ടാം. എയറിലെ സൗണ്ടിന്റെ ശരാശരി വേഗത സെക്കൻഡിൽ 350 മീറ്റർ ആണെന്ന് നമ്മൾ സേഫായി പരിഗണിക്കുന്നു. 1/10 സെക്കൻഡിൽ സൗണ്ട് സഞ്ചരിക്കുന്ന ദൂരമെന്നത് 350യെ 1/10 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. ദാറ്റ് ഈസ് 35 മീറ്റർ. സൗണ്ട് വാളിൽ തട്ടി തിരികെ വരേണ്ടതുകൊണ്ട് വാൾ ഈ 35 മീറ്ററിന്റെ പകുതി ദൂരത്തായിരിക്കണം.
ദെയർഫോർ പ്രതിഫലിക്കുന്ന പ്രതലം ഡെഫിനറ്റ്ലി കുറഞ്ഞത് 17.5 മീറ്റർ അകലെയായിരിക്കണം. ഫയർ ക്രാക്കർ ഉൾപ്പെടുന്ന മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് കണക്കുകൂട്ടൽ നമുക്ക് ചെയ്തു നോക്കാം. ഒരാൾ കോൺഫിഡന്റായി ഒരു ഫയർ ക്രാക്കർ പൊട്ടിക്കുന്നു. എക്സാക്ട്ലി 1 സെക്കൻഡിന് ശേഷം അതിന്റെ എക്കോ കേൾക്കുന്നു. പ്രതിഫലിക്കുന്ന ലാർജ് പ്രതലം ഇയാളിൽ നിന്ന് എത്ര അകലെയാണെന്ന് നമ്മൾ കെയർഫുള്ളായി കണ്ടെത്തണം. ആ ലാർജ് പ്രതലത്തിലേക്കുള്ള ദൂരത്തെ നമുക്ക് ഡി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. സൗണ്ട് ആ പ്രതലത്തിലേക്ക് പോയി തിരികെ വരാൻ സ്മൂത്തായി സഞ്ചരിക്കുന്ന മൊത്തം ദൂരം ഇഫക്റ്റീവ്ലി 2D ആയിരിക്കും. വേഗത എന്നത് ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമായതിനാൽ നമ്മൾ സമവാക്യം v = 2d/t എന്നെഴുതുന്നു. ദൂരം കണ്ടെത്താനായി ഇത് പുനഃക്രമീകരിക്കുമ്പോൾ നമുക്ക് d = v × t/2 എന്ന് ലഭിക്കുന്നു. നമ്മൾ നമ്മുടെ നമ്പേഴ്സ് നൽകുന്നു. 350യെ 1 കൊണ്ട് ഗുണിക്കുന്നു, തുടർന്ന് അതിനെ മനോഹരമായി 2 കൊണ്ട് ഹരിക്കുന്നു. ഇതിൽ നിന്നും കണക്കുകൂട്ടി കിട്ടുന്ന ഫൈനൽ ഉത്തരം 175 ആണെന്നും മനസ്സിലാക്കുന്നു. അതിനാൽ പ്രതിഫലിക്കുന്ന പ്രതലം 175 മീറ്റർ അകലെയാണ്. വെരി ലാർജായ ഒരു അടഞ്ഞ ഹോളിൽ ഒരു സിംഗിൾ സൗണ്ട് പിക് വാൾസിൽ തട്ടി തുടർച്ചയായി പലതവണ പ്രതിഫലിച്ചേക്കാം. സൗണ്ട് ഇത്തരത്തിൽ പലതവണ പ്രതിഫലിച്ച് തങ്ങി നിൽക്കുന്നതിനെ നമ്മൾ ഒഫീഷ്യലി റിവേർബ്രേഷൻ എന്ന് വിളിക്കുന്നു. ഈ ബ്യൂട്ടിഫുള്ളായ മുഴക്കത്തിന്റെ ഒരു മികച്ച വാസ്തുവിദ്യാ ഉദാഹരണമാണ് ഗോൾ ഗുംബസിലെ ഫേമസ് ആയ വിസ്പറിംഗ് ഗാലറി. വിശാലമായ പ്രപഞ്ചത്തിലെ എല്ലാ സൗണ്ട്സും ഹ്യൂമൻസിന് നാച്ചുറലായി കേൾക്കാൻ കഴിയുമോ എന്ന് നിങ്ങളിപ്പോൾ ആഴത്തിൽ ചിന്തിച്ചേക്കാം. ബയോളജിക്കൽ ട്രൂത്ത് എന്തെന്നാൽ ഹ്യൂമൻസിന് നാച്ചുറലായും കേൾവിക്ക് വളരെ കൃത്യമായൊരു ശാരീരിക പരിമിതിയുണ്ട്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ഫ്രീക്വൻസീസ് ഉള്ള സൗണ്ട്സിനെ മാത്രമേ നമുക്ക് സാധാരണയായി ക്ലിയറായി കേൾക്കാനാകൂ. 20 ഹെർട്സിന് താഴെ അളവുള്ള ഫ്രീക്വൻസിയുള്ള ആഴമുള്ള വലിയ സൗണ്ട്സിനെ എക്സാക്റ്റായി ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്ന് വിളിക്കുന്നു. 20,000 ഹെർട്സിന് മുകളിൽ അളവുള്ള ഫ്രീക്വൻസിയുള്ള ഉയർന്ന സൗണ്ട്സിനെ എക്സാക്റ്റായി അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് വിളിക്കുന്നു. നമുക്ക് ശാരീരികമായി ഒരിക്കലും അവ കേൾക്കാൻ കഴിയില്ലെങ്കിലും പല വന്യമൃഗങ്ങളും ഈ തീവ്ര ശബ്ദങ്ങൾ പതിവായി ഉപയോഗിക്കുന്നു. ഒരു സ്പെഷ്യൽ ഗാൽട്ടൺ വിസിൽ നിശബ്ദമായി 30,000 ഹെർട്സിൽ സൗണ്ട് പുറപ്പെടുവിക്കുന്നു. ഇത് ഹ്യൂമൻസിന് കേൾക്കാനാവില്ലെങ്കിലും നായ്ക്കൾക്ക് എളുപ്പത്തിൽ കേൾക്കാം. കൂരിരുട്ടിൽ സേഫായി സഞ്ചരിക്കാനും ഇരയെ ആക്റ്റീവായി പിടിക്കാനും വവ്വാലുകൾ ഉയർന്ന അൾട്രാസോണിക് വേവ്സ് വിദഗ്ധമായി ഉപയോഗിക്കുന്നു. ഇന്നൊവേറ്റീവായ മോഡേൺ മെഡിക്കൽ ഫീൽഡ്സിലും ഈ വെരി യൂസ്ഫുള്ളായ അൾട്രാസോണിക് വേവ്സ് നമ്മൾ ഇഫക്റ്റീവായി ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജസ് സേഫായി എടുക്കാൻ മെഡിക്കൽ അൾട്രാസോണോഗ്രഫിക്കായി എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടേഴ്സ് അവ ദിവസവും ഉപയോഗിക്കുന്നു. ചെറിയ വൃക്കയിലെ കല്ലുകൾ സേഫായും പൂർണ്ണമായും തകർക്കാൻ ഈ പവർഫുൾ ടാർഗറ്റഡ് വേവ്സിനെ അവർക്ക് വിദഗ്ധമായി ഉപയോഗിക്കാം. ഡീപ് ഓഷൻ സേഫായി പരീക്ഷിക്കാൻ ലാർജ് ഷിപ്സ് സോണാർ എന്ന് വിളിക്കുന്ന ഒരു സ്പെഷ്യൽ അഡ്വാൻസ്ഡ് നാവിഗേഷൻ ഉപകരണം നിരന്തരം ഉപയോഗിക്കുന്നു. ഈ അമേസിംഗ് ആയ സോണാർ തക്നിക്കയുമായി ബന്ധപ്പെട്ട നമ്മുടെ അവസാനത്തെ ടെക്സ്റ്റ് ബുക്ക് കണക്ക് നമുക്ക് നോക്കാം. ഒരു ഷിപ്പിന്റെ ട്രാൻസ്മിറ്റർ പതുക്കെ പുറപ്പെടുവിച്ച ഒരു അൾട്രാസോണിക് തരംഗം കൃത്യം 0.2 സെക്കൻഡിന് ശേഷം വിജയകരമായി തിരിച്ചെത്തുന്നു. ഡീപ് ഓഷൻ വാട്ടറിൽ അൾട്രാസോണിക് വേവ്സിന്റെ ശരാശരി വേഗത സെക്കൻഡിൽ 1522 മീറ്റർ ആണെന്ന് നമ്മൾ സേഫായി അനുമാനിക്കുന്നു. ദൂരെയുള്ള പാറയിലേക്കുള്ള യഥാർത്ഥ ദൂരം കണ്ടെത്താൻ നമ്മൾ വേഗതയെ മൊത്തം സമയം കൊണ്ട് ഗുണിക്കണം. നമ്മൾ 1522നെ 0.2 കൊണ്ട് ഗുണിക്കുന്നു. ഇത് ഇഫക്റ്റീവായി നമുക്ക് 304.4 മീറ്റർ എന്ന മൊത്തം ദൂരം നൽകുന്നു. തരംഗം താഴേക്ക് സഞ്ചരിച്ച് തിരികെ മുകളിലേക്ക് വന്നതുകൊണ്ട് ഈ മൊത്തം സംഖ്യയെ നമ്മൾ സേഫായി 2 കൊണ്ട് ഹരിക്കണം. ഇത് ലാർജ് ഷിപ്പിൽ നിന്നും വെള്ളത്തിനടിയിലെ ആ പാറയിലേക്കുള്ള കൃത്യമായ ദൂരം 152.2 മീറ്റർ ആണെന്ന് നമുക്ക് കണക്കുകൂട്ടി നൽകുന്നു. അവസാനമായി വെരി പവർഫുള്ളായ നാച്ചുറൽ വേവ്സ് ഇൻക്രെഡിബിളി അപകടകരവും ഭയാനകവുമാകുമെന്ന് നാം എപ്പോഴും ഓർക്കണം. ലാർജ് എർത്ത്ക്വേക്സ് ഭയാനകമായ രീതിയിൽ വെരി സ്ട്രോങ്ങും വിനാശകരവുമായ ഭൂഗർഭ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു. ഇവയെ ഒഫീഷ്യലി സീസ്മിക് വേവ്സ് എന്ന് വിളിക്കുന്നു. ഈ ഇന്റൻസ് സീസ്മിക് വേവ്സ് ഭൂമിയുടെ സോളിഡ് ക്രസ്റ്റിലൂടെ അക്രമാസമായി സഞ്ചരിക്കുകയും ലാർജ് ബിൽഡിംഗ്സിനെ എളുപ്പത്തിൽ നശിപ്പിക്കുകയും ചെയ്യുന്നു. സീസ്മോളജി എന്നറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഭൂഗർഭശാസ്ത്ര മേഖലയിൽ ശാസ്ത്രജ്ഞർ ഈ വലിയ ഫിസിക്കൽ വേവ്സിനെ സജീവമായി പഠിക്കുന്നു. ഫേമസായ റിക്ടർ സ്കെയിൽ ഉപയോഗിച്ച് പ്രവചിക്കാനാവാത്ത ഈ ഭൂകമ്പങ്ങളുടെ വിനാശകരമായ തീവ്രത അവർ ശ്രദ്ധയോടെ നിർണ്ണയിക്കുന്നു. ഓഷൻ ബെഡിൽ വെള്ളത്തിനടിയിൽ അപ്രതീക്ഷിതമായൊരു വലിയ ഭൂകമ്പമുണ്ടായാൽ പെട്ടെന്ന് തന്നെ വലിയ അപകടം സംഭവിക്കുന്നു. ഈ ഭീമാകാരമായ അളവിലുള്ള വെള്ളത്തിന്റെ ഈ തീവ്രവും പെട്ടെന്നുള്ള സ്ഥാനചലനം പൂർണ്ണമായും വിനാശകരമായ സുനാമി എളുപ്പത്തിൽ സൃഷ്ടിച്ചേക്കാം. കോസ്റ്റൽ ഏരിയാസിലേക്ക് അതിശക്തമായി ഇടിച്ചുകയറുന്ന ഇൻക്രെഡിബിളി ഭീമാകാരമായ കടൽത്തീരങ്ങളുടെ ഒരു പരമ്പരയാണ് സുനാമി. ഇൻക്രെഡിബിളി സേഫായിരിക്കാനും ഒഫീഷ്യൽ സുനാമി വാർണിംഗ് സെന്റേഴ്സിൽ നിന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാനും എപ്പോഴും ഓർക്കണം. ഈ മനോഹരമായ മാത്തമാറ്റിക്കൽ ഫോർമുലാസും വേവ്സിന്റെ സവിശേഷതകളും പൂർണ്ണമായി പഠിക്കുന്നതിലൂടെ നിങ്ങളൊരു മികച്ച ഫിസിക്സ് വിദ്യാർത്ഥിയായി മാറുകയാണ്.